ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു പാട്ടാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ളത്. അതും ഞാൻ സൂര്യചേട്ടന്റെ പടത്തിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ്. അത് ഇത്തവണയും അതുപോലെ സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരും കേൾക്കാം അല്ലേ ജിനു? ഞാനൊരു പാട്ടുകാരനല്ല, അത് ഞങ്ങൾ സഹിച്ചു. ആ പാട്ട് പാടണം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്, അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. ആനന്ദിന്റെ ജീവിതം മുഴുവൻ പാട്ടുകളാണ് അല്ലെ? സിനിമയ്ക്ക് പുറകിലും മുൻപിലും ഒക്കെ ആയിട്ട് നിറയെ പാട്ടുകൾ. അങ്ങനെയുള്ള ആനന്ദ്, ഇത്രമേൽ പാട്ടിനെ സ്നേഹിക്കുന്ന ആനന്ദ്, പാട്ട് എഴുതുന്ന ആനന്ദ് ഒരു ഘട്ടത്തിൽ വിചാരിക്കുകയാണ് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോവാം എന്ന്. എന്തുകൊണ്ടാണ് ആനന്ദ് അങ്ങനെ ഒരു ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോവാന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം തൊഴിലാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഇഷ്ടങ്ങളായിരിക്കില്ല തൊഴിലിൽ റിഫ്ലക്ട് ചെയ്യുക. അത് നമ്മളെ ചില നേരത്ത് ആദ്യം അതെനിക്ക് തോന്നുന്നു ഒരു ചെറിയ ദൂരമാണ്, അത് കടന്നു കിട്ടണം. ആ ഇഷ്ടത്തിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് കടന്നു കിട്ടിയാൽ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. അത് കടന്നു കിട്ടും വരെയുള്ള പ്രയാസം അത് എൻ്റെ മാത്രമാണ്. അപ്പോൾ അത് ആദ്യം ഞാൻ സിനിമയിൽ വന്നു, ആദ്യത്തെ സിനിമ മുതൽ പല കാര്യങ്ങളും ചെയ്യുന്നു, എവിടെയും ഇല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള പാട്ട് പോലും ഉണ്ടാകുന്നത് ആ സിനിമയിൽ എന്നെ പാട്ട് ചെയ്യാനല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. വിളിച്ച സമയത്ത് കഥ കേട്ടതിൻ്റെ ഇതിൽ ഞാൻ പോയി എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത ട്യൂൺ കേൾപ്പിച്ചിട്ടാണ് പാട്ട് വരുന്നത്. അപ്പം ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ആവശ്യമാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത്. വിട്ടുപോകാനൊക്കെ നോക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ധൃതിയുണ്ട്, എല്ലാം പെട്ടെന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും. അങ്ങനെ ധൃതി ഉള്ള ഒരാളായിരുന്നു ഞാനും. ഇപ്പം അങ്ങനെയല്ല. പക്ഷെ ആ ധൃതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടതല്ല ചെയ്യാൻ പറ്റുന്നത്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പറയുന്ന വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെടാതെ ചെയ്യാമെന്ന്. കാരണം ആ കഷ്ടപ്പാട് നമുക്കൊന്നും അല്ലാതായി തോന്നും. അവിടെ എനിക്ക് ഇഷ്ടക്കുറവാണ് സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഞാൻ ഇഷ്ടപ്പെടണമായിരുന്നു, ഒരുപാട് ഞാൻ സ്നേഹിക്കണമായിരുന്നു സിനിമയെ. ഇപ്പോൾ സിനിമ എനിക്ക് തരുന്ന എല്ലാ കാര്യവും ഞാൻ സിനിമയെ സ്നേഹിക്കുമ്പോൾ സിനിമ എനിക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ആ സ്നേഹം കൊടുത്തോണ്ടേ ഇരിക്കുക, അതിനൊരു അളവ് പോലും ഇല്ല. അപ്പം ഇനിയും വരാനുണ്ട് പാട്ടുകൾ? ഉണ്ട്, 4 പാട്ടുകളാണ് നമുക്ക് സിനിമയിലുള്ളത്. എല്ലാം അപ്പൊ വിശേഷം സ്വന്തം സിനിമയാണ്, അഭിനയിക്കുന്ന സിനിമ, എഴുതുന്ന സിനിമ. അപ്പൊ ഇതിലെ പാട്ടുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അയ്യോ, ഇതിലെ പാട്ടുകൾ ചെയ്യാനായിരുന്നു ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഭയങ്കര ഫോഴ്സ് ചെയ്ത് വരുന്നൊരു കാര്യമാവരുത്, ഭയങ്കര ജെന്യുവനായിട്ട് സാധാരണ പോലെ എനിക്ക് നാച്ചുറലായിട്ട് ആ ട്യൂണും വരികളും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കഥയുടെ കാര്യങ്ങളായിട്ട് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഡിസ്കഷൻസ് ഒക്കെ നന്നായിട്ട് ഓടുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ട്യൂണും വരിയൊക്കെ ആയിട്ട് ഒരുമിച്ചങ്ങ് വരും. ഓരോരുത്തർ ഇപ്പൊ റഹ്മാൻ സാറൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഭയങ്കര രാവിലെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ പാടുന്നത്. എനിക്ക് കാർ ഒരു വിഷയമാണ്. കാറിലെ കഥയും അതെ, കാർ യാത്ര ചെയ്യുമ്പോൾ ആണ് ഇതൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പോകണം, നടത്തൊക്കെ കുറവാണ്. കാറ് അതൊരു, പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് വരി വേറെ ട്യൂൺ വേറെ എന്നുള്ളതിനെക്കാട്ടും ഇത് ഒരുമിച്ച് വരിക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. അങ്ങനെ ഉണ്ടായ പാട്ടുകളാണ് ഇതിനെല്ലാം. ഇപ്പൊ വരി വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ, അതായത് എഴുത്തുകാരനും സംഗീതം ഒരുമിച്ചിരുന്നാണ് പാട്ടുകൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ സൂര്യ, അല്ലേ? നമ്മൾ എല്ലാം നമ്മൾ ഇവിടെ ഇരുന്ന് ട്യൂൺ ചെയ്യുന്നു, ആർക്കും അയച്ചു കൊടുക്കുന്നു, അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതുന്നു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ഒരുമിച്ചിരുന്ന് ചെയ്യാനാണ്. കാരണം അന്നേരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, ആ പാട്ടിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യും. ഈവൻ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പം എൻ്റെ അഡ്രസ്സ് തന്നെ ഈ പൊടിമീശയാണ്. അപ്പോൾ അന്ന് ഈ പാട്ട് ആദ്യം ട്യൂൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു, എടോ എനിക്ക് ട്യൂണ് പൊടിമീശയുടെ ട്യൂണ്, ഇത് വേറൊരു മാപ്പിളപ്പാട്ടൊക്കെ പോലെ ഇരിക്കും ഇത്, ചിലപ്പോൾ നമുക്ക് വേറൊരു പാട്ട് ചെയ്യാം. വേറൊരു പാട്ട് ചെയ്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇത് ചെയ്തത്.
അപ്പൊ ആ തരം കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുകയും ഒറ്റ ദിവസത്തെ പണിയിലെല്ലാം തീർന്നു. അന്ന് 4 പാട്ടുകൾ ഒരുമിച്ച് തീർന്നു. ഇന്നിത് സർക്കസാണ് ചില നേരത്ത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുമിച്ചിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം തരുന്നത്.